എക്സ്ക്യൂസ് മീ, ഏത് ചായ വേണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണല്ലേ. ഏതെടുക്കണം, എങ്ങനെ എടുക്കണം? സമാവർ. സമാവർ അതാണ് ഫേവറേറ്റ് ചായ. എടുത്തോ. ഹായ് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. എന്താണ് വിശേഷങ്ങൾ? സന്തോഷമായിട്ട് പോകുന്നു. അപ്പം നമ്മളുടെ 31st ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നു. ചെറിയൊരു ബ്രേക്കിൽ പുറത്തേക്ക് ഇറങ്ങിയെന്ന് അറിയാം. സോ എന്തൊക്കെയാണ്, ഇങ്ങനെ ഉണ്ടായിരുന്ന അകത്ത് ആ ഒരു സമയം? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഞങ്ങൾ കണ്ടുവരുന്നേ ഉള്ളൂ. വരവ് ചെലവ് കണക്കുകളൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാവരെയും കാണാൻ പറ്റുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സംഭവം. ആദ്യമായിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ എത്ര തവണ എത്രാമത്തെ ഈ മീറ്റിംഗ്? അയ്യോ, ഓർമ്മയില്ല. ഒരുപാട് തവണ, കുറച്ചധികമായിട്ട്. അധികമല്ല, എന്നാലും എണ്ണീട്ടില്ല എത്ര തവണയായി. ഓക്കെ. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ കാണുന്നത്? വ്യത്യസ്തതയൊന്നുമില്ല. എല്ലാ തവണയും പോലെ നമ്മള് എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നു, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു, സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു, തിരിച്ചു പോകണം. അത്ര തന്നെയുള്ളൂ. അപ്പം പുതിയ മെമ്പേഴ്സ് വരും, പുതിയൊരു കമ്മിറ്റി വരും. അതൊക്കെ വൈകാണ്ട് അറിയിക്കും. ഞാൻ ചേച്ചി പറഞ്ഞതുപോലെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനത്തെ കാര്യത്തിലേക്ക് കിടക്കണേ ഉള്ളൂ. അപ്പം എന്തായാലും അടിപൊളിയാവട്ടെ. അപ്പോൾ ചായയൊക്കെ എൻജോയ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അതാ നമ്മളുടെ കൂടെ നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഷീലു എബ്രഹാം എത്തിയിരിക്കുകയാണ്. അപ്പം നമസ്കാരം ചേച്ചി, സുഖമായിട്ടിരിക്കണം? സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ 31st ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ചേച്ചി എത്തി. മീറ്റിങ്ങിൻ്റെ എനിക്ക് തോന്നുന്നു ഉച്ചയുടെ ഒരു ചെറിയൊരു ബ്രേക്കാണല്ലോ. അപ്പം വേണ്ട തീരുമാനങ്ങളൊക്കെ എടുത്ത് തുടങ്ങി. എന്താണ് അതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, അത് സാധാരണ ഉള്ള പോലെ തന്നെ റിപ്പോർട്ട് വായനയും പിന്നെ ഇതിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ അവരുടേതായ അഭിപ്രായങ്ങൾ, അവരുടെ പ്രസംഗം അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സമയങ്ങൾ ഉണ്ട്. അതെ. ഒരു പ്രൊഡ്യൂസറിൻ്റെ ഫാമിലി എന്നുള്ള രീതിയിലും കൂടെ ഞാൻ മാമിനോട് ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, കാരണം നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സിനിമ സംബന്ധമായിട്ട് നമ്മുടെ സിനിമാ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയങ്ങളുണ്ട്. സോ അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ തീരുമാനങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, അതിപ്പോൾ ഒരു ഇൻഡസ്ട്രി, സിനിമ എന്ന് പറയുന്ന എല്ലാവരും നോക്കിക്കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായം തന്നെയാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും താരങ്ങളാണല്ലോ ഇതിലുള്ളത്. അപ്പോൾ താരങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ഗ്ലാമർ വേൾഡായിട്ടാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വർഷവും ജനറൽ ബോഡിക്ക് മുൻപ് തന്നെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 365 ദിവസങ്ങളിലും ഓരോ ഇഷ്യൂസും പ്രശ്നങ്ങളും എല്ലാം സാധാരണമാണത്. അതിപ്പോൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ആകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വളരെ നാച്ചുറലാണ്. ഇപ്പോൾ അല്ലാതെയും ഇല്ലേ ഒരുപാട് ഇഷ്യൂസ് എല്ലാം നമ്മളിപ്പം ഇൻഡസ്ട്രിക്ക് പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കും. അതുപോലൊക്കെ തന്നെ ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. പക്ഷെ ഇതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ താരങ്ങൾ ആയതുകൊണ്ടാണ്. അപ്പം ഇതിനെയൊക്കെ അങ്ങനെ കാണുന്നുള്ളൂ. ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലൊക്കെ ഇതൊക്കെ ഇതിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ ഇഷ്യൂസ് വരും, അത് സോൾവ് ആകും, ഒരു സൈഡിൽ കൂടെ പോകും. ഞാനതിനെ അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. ഞാനല്ലാതെ അതിനെയൊന്നും ഭയങ്കര ഒരു ജീവിത പ്രശ്നമായിട്ടൊന്നും എടുത്ത് എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഒന്നും മേളിൽ വയ്ക്കാറില്ല. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ, അതിൽ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നു, അഭിനയിക്കുന്നു. അപ്പോൾ അതിനെ ആ ഇതിലേ ഞാൻ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ പറ്റിയിട്ടൊരു സീരിയസ് ആയിട്ടുള്ള ഒരു മറുപടി ഒന്നും കിട്ടില്ല. കാരണം ഞാൻ അതിനെ എപ്പോഴും എൻ്റെ ജീവിത പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവിടെ ഞാൻ ഒരിക്കലും എടുത്തൊന്നും വെച്ചിട്ടില്ല. സോ എനിക്കതിനെ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുള്ളൂ, കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല നല്ല തീരുമാനങ്ങൾ സംഭവിക്കട്ടെ, നല്ല നല്ല പുതിയ അമ്മയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഞാൻ നോക്കി കാണുന്ന ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു എത്രത്തോളം ജനങ്ങൾക്ക് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഈ പുറമേ കാണുന്ന ഈ എന്താ പറയുക മീഡിയസിൽ കൂടെ വരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്ലാമർ ഒരു വേൾഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരുപാട് അമ്മയിലുള്ള മുതിർന്ന പൗരന്മാർക്ക്, താരങ്ങൾക്ക് മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്നു, അല്ല ട്രീറ്റ്മെൻറ്റിന് ഇൻഷുറൻസ് ഉണ്ട്, അവരെ പോയി കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും നോക്കി കാണുന്നതും. അല്ലെ അമ്മ എന്ന സംഘടനയെ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ്. ബാക്കിയൊക്കെ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും ഇൻക്ലൂഡഡ് ആണല്ലോ എല്ലാത്തിലും. ഒരു സിനിമയിൽ കണ്ടുപോകുന്നു എന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ ഫാമിലി പരമായിട്ടല്ലേ അറ്റാച്ച്മെന്റിൽ നിന്ന് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു അസോസിയേഷനിലൂടെ. ജനറൽ ബോഡിയിൽ വരുമ്പോൾ എല്ലാവരെയും കാണുന്നു, എല്ലാവരും വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ്, സ്നേഹമാണ്. അപ്പോൾ അതൊരു നല്ലൊരു ദിവസമായിട്ട് ഇതിനെ കാണുന്നു. ജനറൽ ബോഡി മീറ്റിങ്ങിൽ വരുന്ന ആ ഒരു ദിവസത്തിന് എല്ലാവരും എന്താ പറയുക വളരെ ഹാപ്പി ആയിട്ടാണ് അതിനെ നോക്കി കാണുന്നത്. അല്ലാണ്ട് ഒരിക്കലും അതിനകത്ത് ഒരിക്കലും വേറുള്ളൊരു പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഒരിക്കലും അങ്ങനെ എടുത്ത് കാണിക്കാറില്ല, കണ്ടിട്ടില്ല. ഒരുപാട് സന്തോഷം ചേച്ചി, താങ്ക് യു വെരി മച്ച്. അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ. താങ്ക് യു.
ഈ വൈകാരികമായ ചർച്ചയിലൊക്കെയാണ് ചേട്ടനെന്ന് എനിക്കറിയാം. ഭയങ്കര വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇല്ല, സുഖമായിട്ടിരിക്കണോ? നമസ്കാരം ചേട്ടാ, നൈസ് ടു മീറ്റിംഗ് യു. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറഞ്ഞേ? നന്നായിട്ട് പോകണം. നന്നായിട്ട് പോകണം. നമ്മൾ പുതിയ പടങ്ങളുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. പിന്നെ ചില നാടകങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഓ, പാരലലി അതും ഒത്തിരി പുതിയ സിനിമകൾ ഉണ്ടാവുന്നത് കുറച്ച് കുറവാണല്ലോ. അപ്പം അതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തുകൊണ്ടാണ് പുതിയ സിനിമകൾ കുറയുന്നു എന്ന് തോന്നാൻ കാരണം? അല്ല, ഇപ്പോൾ കുറേ വിഷയങ്ങൾ നടക്കുന്നുണ്ടല്ലോ, കുറേ ആലോചനകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്ന് അങ്ങനെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, എല്ലാവർക്കും അതെല്ലാം എല്ലാ സംഘടനയിലും ഉണ്ടാവുന്ന ചർച്ചകൾ, അതിനൊക്കെ നല്ല രീതിയിൽ ഒരു റിസൾട്ട് വരുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വാസം, പ്രതീക്ഷ. അതെ, അപ്പം അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ആൻഡ് ചേട്ടൻ്റെ എത്രാമത്തെ മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ എത്ര തവണയായിട്ട് വരുന്നുണ്ട് നമ്മളിവിടെ? ഞാൻ 2016-17 മുതൽ. ഓ, ഏകദേശം ഒരു 8 വർഷത്തോളം അല്ലേ? ഞാൻ സിനിമ കയറി അടുത്ത വർഷം തന്നെ മെമ്പർഷിപ്പ് ഒക്കെ കിട്ടി, അടിപൊളിയായിട്ട് കിട്ടുക. അപ്പം ഈ വർഷത്തെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണ്? എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഒരുപാട് കാര്യങ്ങളുണ്ടാവും, എല്ലാം പറയാൻ പറ്റില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ പ്രതിസന്ധി മാറുക എന്നുള്ളതാണ് ആദ്യത്തെ. അതിന് നമ്മളുടെ സംഘടന എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും, പ്രൊഡ്യൂസർമാരുമായിട്ടുള്ള സഹകരണം, മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളൊരു ആ ചർച്ച ഉണ്ടാവുമോ എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഈ പാഷനും പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഇപ്പോൾ കുറച്ച് കഷ്ടത്തിലാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് സിനിമ വ്യവസായം നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ഒരുപാട് പേരുടെ ആവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരോട് സംസാരിച്ചതിൽ നിന്നും കുറച്ചധികം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആൻസർ എനിക്ക് കിട്ടിയത് ചേട്ടനിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഇവിടെ ഇങ്ങനെ എന്തൊക്കെയാണ് നടന്നത്? ഞങ്ങൾ അലമ്പ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശരി ചേട്ടാ, എന്നാ ഭക്ഷണം കഴിച്ചിട്ട് വാങ്ങാം. ഹലോ, വീണ്ടും കണ്ടുപിട്ടിരിക്കുകയാണ്. ഓർമ്മയുണ്ടോ? മനസ്സിലായോ? IMA എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ, ഗംഭീരമായി തുടങ്ങിയിട്ടുള്ളൂ. ഒരു ഗെറ്റ് ടുഗദർ അല്ലേ, എല്ലാവരും അതിന്റെ ഒരു മൂഡിലാണ്. ഇനിയിപ്പോ ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും വലിയ വലിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവോ? അതൊക്കെ വഴിയെ അതിന്റെ ഒരു ഒഫീഷ്യൽ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കും. എങ്ങനെയുണ്ട്? സന്തോഷം. എല്ലാവരും കണ്ടാൽ ഓൾമോസ്റ്റ് അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും കാണുന്നതിൽ സന്തോഷമുണ്ട്. അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്, ഒരു ഉത്സവം അല്ലേ? പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും? പുതിയത് ഞാനിപ്പോ തെലുങ്ക് പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കഴിയാറായി. ഫൈനൽ 1-2 ഷെഡ്യൂളും കൂടെ ബാക്കിയുണ്ട്. മലയാള സിനിമ ഒക്ടോബറിൽ മറ്റേ ഉർവശി ചേച്ചിയും അഭിലാഷ് പിള്ളയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് കാലം, പക്ഷെ ഇത് ഫിനിഷ് ചെയ്താലേ എനിക്ക് അത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഓട്ടത്തിലാണ്. എനിക്ക് പൊതുവെ സമയം ഭയങ്കരമായിട്ട് എടുക്കുന്നു. അല്ല, കാര്യമായിട്ട് ഒരു കൊല്ലൊക്കെ ഒരു സിനിമ റിലീസ് ഷൂട്ട് ചെയ്യാൻ എടുക്കുന്നത് ഇവിടുത്തെ പോലെ 1 മാസം 2 മാസം കൊണ്ട് തീരുന്നില്ല. പക്ഷെ എനിക്ക് ഓഫേഴ്സ് വരുന്നത് തെലുങ്കെന്നാണ്. അപ്പൊ അത് ഉപേക്ഷിക്കാനും പറ്റില്ല. മലയാളം വിട്ട് തെലുങ്കിലേക്ക് മാത്രമായിട്ട് പോകും. അല്ല, അങ്ങനല്ല. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇത് വന്നപ്പോ ചാടി പിടിച്ചത്. അപ്പൊ എന്തായാലും നല്ല നല്ല അടിപൊളി വേഷങ്ങളോടെ താങ്ക് യു സോ മച്ച്. ഹലോ നസ്രിക, ഒരു ചെറിയ ഒരു സന്തോഷം ഇവിടെ അല്ലല്ലോ, നമ്മൾ മീഡിയ പാർട്ട്നേഴ്സാണ്. അപ്പോൾ ചെറിയൊരു ഹാപ്പിനെസ് ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എന്താ തോന്നുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ. അത്ര ചെറിയ വാക്കിലല്ലോ, ഒരു ഹാപ്പിനെസ്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ, അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.